പാലക്കാട് അട്ടപ്പാടി മേലെ ഭൂതയാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിയെ പിടികൂടി. മേലെ ഭൂതയാർ ഇടവാണി മേഖലകളിൽ കണ്ട കരടിയാണ് പിടിയിലായത്. കരടിയുടെ കാലിന് പരിക്കുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ്. പ്രസാദ്, എങ്ങനെയാണ് ഈ കരടിയെ പിടികൂടിയിരിക്കുന്നത്? ലക്ഷ്മി, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം. അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽപ്പെട്ട കുളപ്പടികയിൽ വെച്ചാണ് കരടിയെ പിടികൂടിയിട്ടുള്ളത്. കുളപ്പടിയിൽ നിന്നും അവിടുത്തെ നാട്ടുകാരാണ് വനം വകുപ്പിനെ വിവരം അറിയിക്കുന്നത്. വനത്തോട് ചേർന്ന പ്രദേശത്ത് കരടി പരിക്കേറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ഈ പരിക്ക് പറ്റിയത് വനംവകുപ്പ് പറയുന്നത് ആനയുടെ ചവിട്ടേറ്റാണ് ഈ കരടിയുടെ കാലിന് രണ്ട് കാലിനും പരിക്കുണ്ട്. ഒരു കാലിന് അല്പം ഗുരുതരമാണ് പരിക്ക്. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെയാണ് പിന്നീട് കരടിയെ കൂടുവെച്ച് ഈ കൂട്ടിലേക്ക് പിടികൂടി കൂട്ടിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി എടവാണി, ഭൂതയാർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ കരടി, അവിടുത്തെ ഊരുകളിൽ കരടി പോയിരുന്നു. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതി ഉണ്ടാക്കിയ സംഭവം തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ കരടിയെ പിടികൂടാൻ വേണ്ടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തൊന്നും തന്നെ നടപടികൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കരടിക്ക് പരിക്കേറ്റു എന്നറിഞ്ഞോടുകൂടി തന്നെയാണ് അഗളിയിൽ നിന്നുള്ള RRTയും അതോടൊപ്പം തന്നെ പുതൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തി ഇന്നലെ വൈകുന്നേരം കരടിയെ പിടികൂടുന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഈ കരടിയെ മാറ്റുന്നത്. എന്തായാലും കരടിക്ക് ആവശ്യമായ ചികിത്സ ഉടൻ തന്നെ നൽകുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്ത് ഭീതി വിതച്ച കരടിയെ എന്തായാലും ഒടുവിൽ പിടികൂടി ഇപ്പോൾ തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.